ചോദിച്ചു, എവിടെയാണ് ഒരു മുസ്ലിം ഉള്ളത്? എവിടെയാണ് മുസ്ലിമിനെ കാണാൻ സാധിക്കുന്നത്? എത്രമാത്രം മുസ്ലിങ്ങൾ വോട്ട് ചെയ്താലും, എത്ര ശതമാനം മുസ്ലിം വോട്ട് ഉണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് എത്രമാത്രം ഇവിടെ പ്രാതിനിധ്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ സ്ഥലത്താണ് SDP നിരന്തരമായി MP ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും നിരന്തരമായി വർഗീയവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. അത് എന്തിന്റെ പേരിലാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവര് പാലക്കാട് ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു അവിടെ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അത് SDP സമ്മതിച്ചില്ല. SDP-യോട് UDF വോട്ട് ചോദിച്ചത് കൊണ്ടല്ല, അവർക്ക് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുമെന്നുള്ളൊരു തീരുമാനമാണ് സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് ഒരു BJP-ക്കാരൻ നിയമസഭയിലേക്ക് എത്താൻ പാടില്ല. അത് നമ്മുടെ ഒരു ദൗത്യമായിരുന്നു. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു. അതിന്റെ പേരിൽ ഇനി എത്രമാത്രം തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദികളുമായി ചിത്രീകരിച്ചാൽ നമുക്ക് പ്രയാസവുമില്ല. അത് പുഞ്ചിരിയോടുകൂടി പൂമാന പോലെ സ്വീകരിക്കാൻ നാം തയ്യാറാണ്. കാരണം അവരുടെ ഡീൽ അവിടെ പൊളിയുകയാണ് ഉണ്ടായത്. ഈ ഡീൽ തന്നെയാണ് സുരേഷ് ഗോപിയെ അവർ തൃശ്ശൂർ ജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എവിടെ RSSകാർ, എവിടെ BJP-കാർ ജയിക്കുമെന്ന് കണ്ടാൽ അവിടെ ആര് വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ വോട്ട് കൊടുത്തുകൊണ്ടും അവിടെ പ്രവർത്തിച്ചുകൊണ്ടും വീട് വീടാന്തരം കയറിയിറങ്ങിയും അവരെ പരാജയപ്പെടുത്താൻ SDP എന്നും മുന്നിലുണ്ടാകുമെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതിന്റെ മേൽ എത്ര നല്ല വർഗീയത ചുമത്തിയാലും നമുക്കൊരു പ്രശ്നവുമില്ല. തീർന്നില്ല. സംവാൽ പള്ളി, അതുപോലെ ഒരുപാട് പള്ളികൾ. നമ്മൾ ഏറ്റവും വലിയ മുഖ്യ ശത്രുവായി നമ്മുടെ BJP-കാർ കാണുന്നത് ഒന്ന് മുസ്ലിങ്ങളെ ആയിരുന്നു, രണ്ടാമത് ക്രിസ്ത്യാനികളെ ആയിരുന്നു, മൂന്നാമത്തത് കമ്മ്യൂണിസം ആയിരുന്നു. എന്നാൽ ആ കമ്മ്യൂണിസം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇപ്പൊ നിലനിൽക്കുമ്പോഴും കമ്മ്യൂണിസം കേരളത്തിൽ മാഞ്ഞു പോയിട്ടുണ്ട്. അതാർക്കും മനസ്സിലാകാത്തൊരു സത്യമാണ്. CPM-കാർ പലപ്പോഴായി പറയും ഞങ്ങളുടെ ശത്രു RSSകാരാണെന്ന്. പക്ഷേ ഒരു വലിയ ഡീലുമായാണ് ഈ പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ പല സംഭവങ്ങളും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഘോഷാന പാടിക്കൊണ്ട് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ മലപ്പുറം ജില്ലയിൽ പീഡിപ്പിക്കുകയും പോലീസ് അകത്താക്കുകയും അടിച്ചു കൊല്ലുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ADGP അജിത് കുമാറിന്റെ കീഴിൽ മലപ്പുറം ജില്ലയെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ ജില്ലയായ മലപ്പുറം ജില്ലയെ ഏറ്റവും ക്രിമിനൽവൽക്കരിച്ചുകൊണ്ടും ക്രിമിനൽ കേസ് ഉണ്ടാക്കിക്കൊണ്ടും അജിത് കുമാറിന്റെ കീഴിലുള്ള പോലീസുകാർ അവിടെ ഒരുപാട് കേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മോശമായ രീതിയിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനാരാണ് കൂട്ടുനിൽക്കുന്നത്? പിണറായി വിജയൻ തന്നെയാണ്. BJP-യുടെ പ്രത്യാശകൾക്ക് വേണ്ടി BJP-യോടൊപ്പം ചേർന്നുകൊണ്ടാണ് പിണറായി വിജയൻ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2014 ഒരുപാട് വർഷം ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് ജയിച്ചവർ ഇന്നിതാ ഇതേപോലെ തന്നെ പാലക്കാട് തോറ്റതിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നു. ആർക്കാണ് ഇവിടെ വർഗീയത ഇല്ലാത്തത്? CPM വർഗീയവാദികളല്ലേ? CPM എവിടെയാണ് മുസ്ലിങ്ങളെ വെട്ടിക്കാണിക്കുന്നത്? ഒരു റഹീമും ഒരു വസീഫും ഒരു റിയാസും മാത്രമല്ല, ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ആ CPM-ലുണ്ട്. അവരെവിടെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടൊന്നും തളർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല SDP എന്ന് ഞാൻ ഇവിടെ ഉച്ചത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര ചാപ്പ കുത്തിയാലും ആ ചാപ്പ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുപോലെ നമുക്കറിയാം മുസ്ലിം പള്ളികൾ മാത്രമല്ല, കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കാസപോലത്തെ BJP പോലത്തെ ആളുകൾ കൂട്ടുകൂടിക്കൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കർണാടകയിൽ ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു തകർക്കുന്നത് RSSകാരാണ്. അത് മാത്രമല്ല, എന്താണ് മണിപ്പൂരിലെ അവസ്ഥ? ഇവിടെ ഇവർ ചങ്ങാത്തിമാർ അറിയിക്കൊണ്ട് മുസ്ലിങ്ങൾ അകറ്റി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കന്യാസികളെ മാനഭംഗപ്പെടുത്തിയും ബലാത്സംഗം ചെയ്തും ചുട്ടരിച്ചും ഒരുപാട് കന്യാസികളെ ആ മണിപ്പൂരിൽ കൊല ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അവരുടെ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മുസ്ലിം ദേവാലയം മാത്രമല്ല, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് അതിനൊക്കെയുള്ളവർ പോവില്ല. ഒരു കാലം മുമ്പേ ഒരു പിണറായി വിജയന്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് കലാപങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡീലിന്റെ പേരിൽ ഒരുപാട് ഏക്കറക്കണക്കിന് സ്ഥലം കൊടുത്തുകൊണ്ട് ഡീലുണ്ടാക്കിയതിന്റെ പേരിൽ നിന്ന് അവര് രക്ഷപ്പെട്ട് നടക്കുകയാണ് കേരളത്തിൽ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ന് ഭരിക്കുന്ന ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ SDP-യെ നിങ്ങൾ എത്രമാത്രം ചാപ്പ കുത്തുന്നുവോ, എത്രമാത്രം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നുവോ, അതിന്റെ അനുഭവം നിങ്ങൾ പിന്നീട് അനുഭവിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്